ശബരിമലയിലെ സുവർണമോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയം കണ്ടിട്ടില്ലെന്നും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും തുറന്നടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. കുറ്റക്കാർ ആരായാലും ശിക്ഷ ലഭിക്കണം. കേസുമായി ബന്ധപ്പെട്ട ധാരാളം പേർ കോൺഗ്രസ് ബന്ധമുള്ളവരാണെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ആരുടെയും പേര് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും കുറ്റവാളിയാണെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ എന്നുമാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ശബരിമല വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയം കാണാതെ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ ഏതെല്ലാം തരത്തിൽ LDF-നെ മോശമായി ചിത്രീകരിക്കാമെന്നാണ് UDF ശ്രമിച്ചത്. അതിന്റെ ഭാഗമായി അവർ വ്യാപകമായ പ്രചാരണം നടത്തി, പാട്ടുപാടി എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളക്കേസിൽ നിലവിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റ ഗോവർദ്ധൻ എന്ന ബല്ലാരി സ്വദേശിയായ വ്യാപാരി, ഇവർ രണ്ടുപേരും സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രം 3 ദിവസത്തോളമായി ചർച്ചാ വിഷയമാണ്. ഒരു ചിത്രത്തിൽ ഗോവർദ്ധനിൽ നിന്ന് സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിക്കുന്നത് കാണാം. രണ്ടാമത്തെ ചിത്രത്തിൽ കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നതാണ്. ചിത്രത്തിൽ ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട MP ആന്റോ ആന്റണിയും പത്തനംതിട്ട ജില്ലക്കാരനും നിലവിൽ ആറ്റിങ്കൽ MPയുമായ അടൂർ പ്രകാശും സോണിയാഗാന്ധിക്കൊപ്പമുണ്ട്. രാജ്യത്തെ തന്ത്രപ്രധാന സുരക്ഷയുള്ള ഏതാനും ചിലരിൽ ഒരാളാണ് സോണിയാഗാന്ധി. അവരുടെ അപ്പോയിന്റ്മെന്റ് ലഭിക്കാനുള്ള കാലതാമസത്തെ പറ്റി ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരാതി പറഞ്ഞിട്ടുമുണ്ട്. 2003-ൽ K കരുണാകരൻ അപ്പോയിന്റ്മെന്റ് ലഭിക്കാതെ കേരള ഹൌസിൽ താമസിക്കേണ്ടി വന്നതും പിന്നാലെ കേരളത്തിൽ മടങ്ങിയെത്തി നീരസം പരസ്യമാക്കിയതുമെല്ലാം ഏവർക്കും അറിയുന്ന കാര്യവുമാണ്. ആസാം മുഖ്യമന്ത്രിയും പഴയ കോൺഗ്രസ് നേതാവുമായ ഹിമന്ത ബിശ്വ ശർമ്മ ഗാന്ധി കുടുംബത്തിന്റെ അപ്പോയിന്റ്മെന്റിന് ശ്രമിച്ചതും മടുത്തപ്പോൾ BJPയിൽ ചേർന്നതും അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ് നിയമസഭാ കക്ഷി മുഴുവനായി BJPയായി മാറിയതിനു പിന്നിലും ഈ അപ്പോയിന്റ്മെന്റ് ലഭിക്കാത്തത് ആണ് എന്ന വാർത്തയും വന്നിരുന്നു. രാജ്യത്തെ മുൻനിര നേതാക്കൾക്ക് പോലും എളുപ്പത്തിൽ ലഭിക്കാത്ത സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിന്റ്മെന്റ് ഈ സ്വർണ്ണക്കേസ് പ്രതികൾക്ക് എങ്ങനെ ലഭിച്ചു എന്നതാണ് മുഖ്യമന്ത്രി ചോദിക്കുന്ന ന്യായമായ ചോദ്യം. സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇരുവരെയും വിളിച്ചുകൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശിനും ആന്റോ ആന്റണിക്കും എന്ത് തരം ബന്ധമാണ് ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും ഉള്ളത്? ഇത് അവരാണ് വ്യക്തമാക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. UDF ഭരണകാലത്ത് ശബരിമലയിൽ നടന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ പോറ്റിയും ഗോവർദ്ധനും എങ്ങനെ പ്രധാന പങ്കാളികളായെന്ന് ചോദിച്ച അദ്ദേഹം ഈ ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവോ മുൻ പ്രതിപക്ഷ നേതാവോ മറുപടി പറഞ്ഞിട്ടുണ്ടോ എന്നും ഈ ഭാഗങ്ങളൊക്കെ മറച്ചുവെച്ച് മറ്റു പ്രചാരണങ്ങൾ നടത്തുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്.